ഒരു രാജ്യത്തിൻ്റെ മൂലധനം, സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങൾ ഇല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത്? എ. ഉദാരവൽക്കരണം, ബി. സ്വകാര്യവൽക്കരണം, സി. ആഗോളവൽക്കരണം, ഡി. ദേശസാൽക്കരണം. ഒരു രാജ്യത്തിൻ്റെ മൂലധനം, സാങ്കേതികവിദ്യ, ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങൾ ഇല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം സി. ആഗോളവൽക്കരണം. ഇന്ത്യയിൽ 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ്? എ. മഹാരാഷ്ട്ര, ബി. മധ്യപ്രദേശ്, സി. കർണാടക, ഡി. കേരളം. ഇന്ത്യയിൽ 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ എന്നീ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് എവിടെയാണ്? ഉത്തരം ബി. മഹാരാഷ്ട്ര. 1930കളിലെ സാമ്പത്തിക മന്ദത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? എ. ന്യൂയോർക്ക്, ബി. ലണ്ടൻ, സി. അമേരിക്ക, ഡി. ജർമ്മനി. 1930കളിലെ സാമ്പത്തിക മന്ദത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? ഉത്തരം എ. ന്യൂയോർക്ക്. ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം ഏത്? എ. 1946, ബി. 1954, സി. 1978, ഡി. 2016. ഇന്ത്യയിൽ കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷം ഏത്? ഉത്തരം ബി. 1954. പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കിയതുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? എ. 50 രൂപ ഇന്ത്യൻ പാർലമെൻറ്റ്, ബി. 200 രൂപ സാഞ്ചി സ്തൂപം, സി. 2000 രൂപ മംഗൾയാൻ, ഡി. 500 രൂപ ചെങ്കോട്ട. പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കിയതുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏതാണ്? ഉത്തരം എ. 50 രൂപ ഇന്ത്യൻ പാർലമെൻറ്റ്. 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം ഏത്? എ. 2016 നവംബർ 9, ബി. 2016 നവംബർ 7, സി. 2016 നവംബർ 8, ഡി. 2017 നവംബർ 8. 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം ഏത്? ഉത്തരം സി. 2016 നവംബർ 8. ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? എ. മിശ്ര സമ്പദ് വ്യവസ്ഥ, ബി. മുതലാളിത്തം, സി. സോഷ്യലിസം, ഡി. ഇവയൊന്നുമല്ല. ഇന്ത്യയിൽ ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? ഉത്തരം എ. മിശ്ര സമ്പദ് വ്യവസ്ഥ. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? എ. 8ാം പഞ്ചവത്സര പദ്ധതി, ബി. 9ാം പഞ്ചവത്സര പദ്ധതി, സി. 7ാം പഞ്ചവത്സര പദ്ധതി, ഡി. ഇവയൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി.
ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി സ്ഥാപിതമായ വർഷം ഏത്? എ 1986, ബി 1992, സി 1983, ഡി 1988. ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം ഡി 1988. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം ഏത്? എ 2005 ഏപ്രിൽ 1, ബി 2003 ഏപ്രിൽ 1, സി 2004 ഏപ്രിൽ 1, ഡി 2002 ഏപ്രിൽ 1. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം എ 2005 ഏപ്രിൽ 1. മൂർച്ചയുള്ള ബ്ലേഡിനു മുകളിൽ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കാത്ത ജീവി ഏത്? എ ഒച്ച്, ബി ചേരാട്ട, സി പുഴു, ഡി പാമ്പ്. മൂർച്ചയുള്ള ബ്ലേഡിനു മുകളിൽ സഞ്ചരിച്ചാലും ഒരു പോറൽ പോലും ഏൽക്കാത്ത ജീവി ഏത്? ഉത്തരം എ ഒച്ച്. ട്രിവാങ്കൂർ ടൈറ്റാനിയം എവിടെയാണ്? എ കോഴിക്കോട്, ബി കാസർഗോഡ്, സി തിരുവനന്തപുരം, ഡി പത്തനംതിട്ട. ട്രിവാങ്കൂർ ടൈറ്റാനിയം എവിടെയാണ്? ഉത്തരം സി തിരുവനന്തപുരം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി ആസാം, സി ഛത്തീസ്ഗഡ്, ഡി അരുണാചൽ പ്രദേശ്. ഉത്തരം ബി ആസാം. കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി ആസാം, സി ഛത്തീസ്ഗഡ്, ഡി ആന്ധ്രാപ്രദേശ്. കൊഹിനൂർ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഡി ആന്ധ്രാപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി ആസാം, സി കേരളം, ഡി ആന്ധ്രാപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം സി കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? എ ബീഹാർ, ബി ആസാം, സി കേരളം, ഡി കർണാടക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം, സിൽക്ക്, ചന്ദനം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഡി കർണാടക.